പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവബഹുലമായ ചിലത് സംഭവിച്ചു. ഒന്ന്, തരൂരിന് പച്ചക്കൊടി വീശിക്കൊണ്ട് BJP രംഗത്ത് വന്നു. രണ്ടാമത്തേത്, ശശി തരൂർ തികഞ്ഞ BJP-കാരനാണ് എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ MP നടത്തിയ പ്രസ്താവനകളാണ് വീണ്ടും ഈ ചർച്ചകളിലേക്കെല്ലാം തന്നെ നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയല്ല നിലവിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ശശി തരൂർ MP പറഞ്ഞു. വീഴ്ചകളില്ലാത്ത ഇന്റലിജൻസ് സംവിധാനം എന്നൊന്നില്ല എന്നും സുരക്ഷാ വീഴ്ചയിൽ അല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും തരൂർ പറഞ്ഞു. നിലവിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യമാക്കേണ്ടത്. സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെടാം. വിജയകരമായി റദ്ദാക്കിയ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. പരാജയപ്പെടുന്ന ചിലത് മാത്രമാണ് നമ്മൾ അറിയുന്നതെന്നും ഇത് ഏതൊരു രാജ്യത്തും സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 22-നാണ് പഹൽഗാമിലെ ബൈസ്റൺ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത്. പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരൻ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 26 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉൾപ്പെടെ ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഭീകരാക്രമണം ഏതൊരു സർക്കാരിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ വീഴ്ചകൾ സ്വാഭാവികമാണ് എന്ന തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത്. തുടർന്ന് കോൺഗ്രസ് MP ശശി തരൂരിന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് BJPയും രംഗത്തെത്തി. ശശി തരൂരിന്റെ ദേശാഭിമാനപരമായ നിലപാട് സ്വാഗതാർഹമാണ് എന്നും VD സതീശനും MA ബേബിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും മാതൃകയാക്കാവുന്ന നിലപാട് ആണ് എന്നും BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ PK കൃഷ്ണദാസ് പറഞ്ഞു. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പരമപ്രധാനമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി PK കൃഷ്ണദാസിന്റെ കുറിപ്പിന്റെ ഏതാനും ചില ഭാഗങ്ങൾ പരിശോധിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ MPയുടെ ദേശാഭിമാനപരമായ നിലപാട് തികച്ചും സ്വാഗതാർഹമാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് വിഭാഗീയതയുടെ ശബ്ദം ഒറ്റപ്പെടും. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പരമപ്രധാനം. ഇങ്ങനെ നീളുകയാണ് ആ പോസ്റ്റ്. എന്നാൽ അതേസമയം തന്നെ ഇതേ വിഷയത്തിൽ ശശി തരൂരിനെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പഹൽഗാം വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ ശശി തരൂർ MPക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർപേഴ്സണായ ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി പ്രസ്താവനയിൽ ശശി തരൂർ നടത്തിയ പ്രതികരണത്തിനാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനമുയർന്നത്. തരൂർ കോൺഗ്രസ് പാർട്ടിയിലാണോ അതോ BJPയിലാണോ എന്ന് സംശയമുന്നയിച്ച കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് അദ്ദേഹം ഒരു സൂപ്പർ BJPക്കാരനാകാൻ ശ്രമിക്കുകയാണോ എന്നും ചോദിച്ചു. BJP തരൂരിനെ അവരുടെ വക്താവെ നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഉദിത് എപ്പോഴാണ് സർക്കാർ പാക് അധീന കാശ്മീർ അതായത് POK പിടിച്ചെടുക്കുന്നതെന്നും അദ്ദേഹം BJPയോട് ചോദിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ബിലാവൽ ഭൂട്ടോ നടത്തിയ ഭീഷണി പ്രസ്താവനയിൽ തരൂർ നടത്തിയ പ്രതികരണമാണ് ഉദിത്തിനെ ചൊടിപ്പിച്ചത്. സിന്ധു നദിയിലെ ജലം ഒഴുകിയില്ല എങ്കിൽ ഇന്ത്യയുടെ രക്തം ചിന്തും എന്ന് ഭൂട്ടോ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല. എന്നാൽ അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിരിക്കണം. രക്തം ഒഴുകുകയാണെങ്കിൽ നമ്മുടേതിനേക്കാൾ കൂടുതൽ അവരുടെ ഭാഗത്തായിരിക്കും ഒഴുകുക. തരൂർ എന്നയോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയം തുടരുമെന്നും എന്നാൽ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള അവകാശം നിലനിർത്തുമെന്നും തരൂർ ഊന്നി പറഞ്ഞിരുന്നു. ഇവയെല്ലാം തന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് ഭാഗമാക്കായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്രത്തെ സഹായിക്കും വിധത്തിലുള്ള എന്നാൽ അതേസമയം തന്നെ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് എടുത്തിരുന്നു. ഈ നിലപാടുകളെല്ലാം ആദ്യം കോൺഗ്രസ് എതിർത്തിരുന്നുവെങ്കിലും പോകെ കോൺഗ്രസ് പിന്നീട് തരൂരിന്റെ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. തരൂർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാതെ മൗനമായിരിക്കുക മാത്രമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് തരൂരിനെ കോൺഗ്രസായി ഒഴിവാക്കുകയില്ല, എന്നാൽ അതേസമയം തന്നെ തരൂരിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിൽ നിന്ന് തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കുന്നില്ല എങ്കിൽ താൻ ഒരുപക്ഷെ പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു. ഈ നീക്കങ്ങളെല്ലാം തന്നെ മുൻപ് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് നിരവധി വാർത്തകളും പ്രചരിച്ചതാണ്. BJPയെ അനുകൂലിച്ചും മോദിയെ അനുകൂലിച്ചും ട്രംപിന്റെ ചില വാക്കുകളെല്ലാം തന്നെ കടമെടുത്തുകൊണ്ടും തരൂർ രംഗത്ത് വന്നിരുന്നതെല്ലാമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പഹൽഗാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരൂരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രസ്താവനയുണ്ടാകുന്നത്. ഈ പ്രസ്താവനയോട് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ അദ്ദേഹം BJPക്കാരനാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും തരൂരിനുള്ള പച്ചക്കൊടി BJPയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ കോൺഗ്രസ് പോലും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് തരൂരിന്റെ ഭാഗത്തു നിന്നും BJPക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും